ഒരു സ്പോർട്സ് വാർത്തയിലേക്ക് കൂടി. ഏഷ്യ കപ്പിൽ UAE-ക്കെതിരെയുള്ള മത്സരം പാകിസ്ഥാൻ ബഹിഷ്കരിച്ചേക്കും. ദുബായിലെ ഹോട്ടലിൽ പാക് ടീം തുടരുന്നുവെന്നാണ് റിപ്പോർട്ട്. റഫറിയെ മാറ്റില്ല എന്നാണ് ICC നിലപാട്. അർജുൻ പീതാംബരൻ അതിന്റെ വിവരങ്ങൾ നൽകും. അർജുൻ, ഹസ്തദാനം അത് ചോദ്യം ചെയ്തില്ല റഫറി എന്നതായിരുന്നു പാകിസ്ഥാന്റെ പരാതി. പിന്നെ അവർ പരാതി നൽകി ICC-ക്ക്. അവസാനം ചിലപ്പോൾ റഫറിയെ മാറ്റിയേക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് ICC തീരുമാനം? കളിക്കാനില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ പാകിസ്ഥാൻ? ആൻഡി പൈക്രോഫ്റ്റിനെ മാറ്റണമെന്നുള്ള കാര്യം പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ മാറ്റുന്നില്ല. ഇപ്പോഴും ഈ മത്സരത്തിന്റെ വിവരങ്ങൾ തേടുന്ന സമയത്ത് ആ മത്സരത്തിന്റെ റഫറിയായി ആൻഡി പൈക്രോഫ്റ്റിനെ തന്നെയാണ് നിയമിതനാക്കിയിരിക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ഈ ഒരു നിമിഷത്തിലും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ ഈ മത്സരം കളിക്കില്ല. ഒരു പക്ഷേ ബഹിഷ്കരിക്കാനുള്ള നീക്കമായിരിക്കാം. അല്പം വൈകാതെ തന്നെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ തലവൻ ചെയർമാൻ മോസിൻ നഖ്വി മാധ്യമങ്ങളെ കാണും എന്നുള്ള റിപ്പോർട്ടുകളും കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ ഇപ്പോൾ ദുബായിലെ ആ ഒരു ഹോട്ടലിൽ തന്നെ തങ്ങുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഗ്രൗണ്ടിലേക്ക് എത്തി പ്രാക്ടീസ് അടക്കം തുടങ്ങേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അതിലേക്കൊന്നും തന്നെ പോയിട്ടില്ല. പാകിസ്ഥാൻ ബഹിഷ്കരിക്കും എന്നുള്ളൊരു അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതായത് ഈ പൈക്രോഫ്റ്റിനെ മാറ്റാതെ ഒരു തരത്തിലും പാകിസ്ഥാന്റെ ടീം അത് ഈ ഏഷ്യ കപ്പുമായി ഇനി സഹകരിക്കേണ്ട എന്നാണ് നേരത്തെ അവർ പറഞ്ഞിരുന്നത്, വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സഹകരിക്കില്ല എന്നുള്ള കാര്യമായി അവർ മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ആൻഡി പൈക്രോഫ്റ്റിനെ തന്നെ ഈ പാകിസ്ഥാൻ ഇങ്ങനെ കളിയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായൊരു നടപടിയാണല്ലോ. അങ്ങനെയെങ്കിൽ ICC-ക്കും അതേ നിലയ്ക്കുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരില്ലേ? ഉറപ്പായിട്ടും നടപടിയെടുക്കാൻ സാധിക്കും. ICC-ക്കും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിനും പാകിസ്ഥാൻ ടീമിനെതിരെ നടപടിയെടുക്കാൻ സാധിക്കും. അവിടെ അവർ ഈ ഹസ്തദാന വിവാദം, ഹസ്തദാനം ചെയ്തില്ല, അക്കാര്യങ്ങളും ചോദ്യം ചെയ്തുകൊണ്ട് എന്തായാലും വീണ്ടും രംഗത്ത് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ചും മോസിൻ നഖ്വി അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ തന്നെയായിരിക്കും, ഈ വിവാദങ്ങൾ തന്നെയായിരിക്കും അദ്ദേഹം ആദ്യം എടുത്തിടാൻ പോകുന്നതും. എന്തായാലും ഇപ്പോഴും ദുബായിലെ ആ ഹോട്ടലിൽ പാകിസ്ഥാൻ ടീം തുടരുന്നു എന്നുള്ള കാര്യമാണ്. അതായത് ഒരു ബഹിഷ്കരണത്തിലേക്ക്, മത്സരം ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് എത്തിയിരിക്കുന്നു. അത് ആൻഡി പൈക്രോഫ്റ്റിനെ മാറ്റാത്തത് കൊണ്ട് തന്നെയാണ്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരമായിരുന്നു ഇതിന്റെ എല്ലാം ഒരു പശ്ചാത്തലമെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ സാധിക്കും. ആ എല്ലാ തരത്തിലും കളി ഉപേക്ഷിച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പാകിസ്ഥാന് വളരെയധികം നാണക്കേട് ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ, അതായത് ഇന്ത്യ ഹസ്തദാനം നൽകിയിട്ടില്ല. മത്സരത്തിന്റെ ഈ ടോസിന് പിന്നാലെയും മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചതിന് ശേഷവും അവിടെ ഒരു ഹസ്തദാനം നടന്നിരുന്നില്ല. അത് പാകിസ്ഥാന് കളിക്കില്ല എന്ന് ഉറപ്പിച്ചു. അതിന് തീരുമാനത്തിലേക്ക് കളി ഉപേക്ഷിച്ചു എന്നുള്ള വിവരം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നത്. അതായത് പാകിസ്ഥാൻ UAE മത്സരം അത് ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അത് പാകിസ്ഥാൻ ഇത്തരത്തിലൊരു ബഹിഷ്കരണ ആഹ്വാനം മുഴക്കിയത് കൊണ്ടും ഹോട്ടൽ വിട്ട് പുറത്തു വരാത്തത് കൊണ്ടും കളി തുടർ മത്സരങ്ങൾ പാകിസ്ഥാന് കളിക്കാനാകുമോ? അവരെ ഒഴിവാക്കേണ്ട സ്ഥിതി വരും. ഇതിപ്പോ ടൂർണമെന്റിനെ തന്നെ ഒരു പ്രതിസന്ധിയിലാക്കുന്ന കാര്യമല്ലേ? തീർച്ചയായിട്ടും ഇവിടെ കളി ഉപേക്ഷിക്കുന്ന സമയത്ത് UAE-ക്കും പാകിസ്ഥാനും ഒരേ പോയിന്റ് വീതിച്ച് കൊടുക്കാൻ വേണമെങ്കിൽ രണ്ടുപേരും ഒരേ പോയിന്റിലാണുള്ളത്. പക്ഷേ നെറ്റ് റൺ റേറ്റിന്റെ കാര്യം അനുസരിച്ചാണെങ്കിൽ UAE-യേക്കാൾ പാകിസ്ഥാൻ ഒരുപടി മുന്നിലാണ്. പക്ഷേ ഈ ഒരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്, അതായത് കളി ബഹിഷ്കരിക്കുന്നു, അതുകൊണ്ട് ഈ കളി ഉപേക്ഷിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഒരു പക്ഷേ വേണമെങ്കിൽ ICC-ക്കോ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിനോ പാകിസ്ഥാന് പകരം ഈ സൂപ്പർ ഫോറിലേക്ക് UAE-ക്ക് നേരിട്ടൊരു പ്രവേശനം നൽകാവുന്നതാണ്. അത്തരത്തിലൊരു നടപടി എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും ICC-യെ സംബന്ധിച്ച് അവർക്ക് എടുക്കാവുന്നതാണ്. പ്രത്യേകിച്ചും ആൻഡി പൈക്രോഫ്റ്റ് ഉള്ളതുകൊണ്ട് മറ്റുള്ള, അതായത് ഈ മുന്നോട്ടുള്ള കളികളും സൂപ്പർ ഫോറിലേക്കുള്ള കളികളും പാകിസ്ഥാൻ കളിക്കുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല. ബഹിഷ്കരിച്ചേക്കാമെന്നുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അത്തരത്തിലുള്ള നീക്കങ്ങൾ, നടപടികൾ ഉണ്ടാകാം. അതെല്ലാം ഇനി അറിയേണ്ടതുണ്ട്. എന്താണ് ICC-യുടെയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെയും തീരുമാനം? മാത്രമല്ല പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാന് എന്താണ് പറയാനുള്ളത്, മോസിൻ നഖ്വിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യമൊക്കെ. എന്തായാലും കളി ഉപേക്ഷിച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ അവസാനമായി പുറത്തു വരുന്നത്. അതായത് ഇന്ന് രാത്രി 8 മണിക്ക് നടക്കേണ്ടിയിരുന്ന പാകിസ്ഥാൻ UAE മത്സരം, അത് ഗ്രൂപ്പ് B മത്സരമാണ് ഏഷ്യ കപ്പിന്റെ. അതെന്തായാലും ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുന്നു. അതിന് കാരണം പാകിസ്ഥാൻ വിസമ്മതിച്ചുകൊണ്ടാണ്. അതായത് ബഹിഷ്കരണ ഭീഷണി മുഴക്കി ടീം അംഗങ്ങൾ ഹോട്ടലിൽ നിന്നും പുറത്തു വരാതിരുന്നുകൊണ്ടാണ്. ഇതിന്റെ എല്ലാം പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം, അവിടെ ഉണ്ടായിട്ടുള്ള ഹസ്തദാന വിവാദവും എല്ലാം തന്നെയാണ്.